പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, പല വ്യക്തികളെ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ പ്രാർത്ഥനയിലുള്ളവരാണ്. പ്രത്യേകിച്ച് ബദ്രെ, ഞാൻ കുറേ നാളായി പ്രാർത്ഥിക്കുന്നു, എന്താവോ ഞങ്ങളുടെ വീട്ടിൽ പുരോഗതി വരുന്നില്ല. ശമ്പളമൊക്കെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്, പക്ഷേ മാസാവസാനം ആകുമ്പോഴേക്കും എല്ലാം തീർന്നു പോകുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരു സമ്പാദ്യമില്ല. എപ്പോഴും വീട്ടിൽ തകർച്ചകളാണ്. കുരിശിൻ്റെ വഴിയിൽ 9-ാം സ്ഥലത്ത് പറയുന്നത് പോലെ ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ രോഗം വരുന്നു. ഒരാളുടെ രോഗം മാറി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും വേറൊരാളുടെ ആശുപത്രിയിലേക്ക് കയറ്റേണ്ടി വരുന്നു. ഒത്തിരി പൈസ അങ്ങനെ പോകുന്നു. എപ്പോഴും കടമാണ് ഞങ്ങൾക്ക്. ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു, എത്രയോ കുർബാന കാണുന്നു, എത്രയോ, പക്ഷെ ബ്രദറെ ഒരു കാര്യമില്ല. ദൈവം ഞങ്ങളെ കൈവിട്ടോ എന്ന് പോലും ചിന്തിക്കുന്നു. ഒത്തിരി നിരാശയാണ്. എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. ബൈബിളിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഭവനത്തിൽ ഒരു ഐശ്വര്യം വരുന്നില്ല. എപ്പോഴും കടം, രോഗവും വേദനയും മാത്രം. ഇതെന്ന് തീരും ബ്രദറെ എന്നിങ്ങനെ ചോദിച്ചിട്ട് പലരും കടന്നു വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ സന്ദേശം. നിങ്ങളുടെ കടബാധ്യതയിൽ നിന്നും നിങ്ങളുടെ ഐശ്വര്യത്തിലേക്ക്, നിങ്ങളെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ചില ടിപ്സുകൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾ ഈ വചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ശ്രദ്ധാപൂർവം കേട്ടാൽ പോരാ, അത് അനുവർത്തിക്കുന്നവരായി തീരണം. കൊച്ചു മെസ്സേജാണ്, വലുതായിട്ട് പറയാനൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മെസ്സേജാണ്. നമുക്ക് കാണാം പലവരുടെ അവസ്ഥ. നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അറിയപ്പെടാം. നേരത്തെ പറഞ്ഞ ഒരു ബ്രദറിൻ്റെ അവസ്ഥയെ പോലെ ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. സൈന്യങ്ങളുടെ അർത്ഥവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇപ്പം ഈ അവസ്ഥ തന്നെയാണ് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ പറയുന്ന അവസ്ഥ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ബ്രദർ എന്നോട് പങ്കുവച്ചത്. കാശ് കിട്ടുന്നുണ്ട്, പക്ഷേ ഓട്ടസഞ്ചിയിൽ ഇട്ട് കഴിഞ്ഞാലത്തെ അനുഭവം എന്താണ്? ഓട്ടസഞ്ചിയിലിട്ട അനുഭവം നമുക്കറിയാം, ഒന്നും കാണില്ല, അതൊക്കെ ചോർന്നു പോയിക്കൊണ്ടിരിക്കും. അതേപോലത്തെ അവസ്ഥയാണ് ഇത്. നമ്മളൊന്നും കൂടി ഈ വചനം വായിക്കാം. വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാവുന്നില്ല. ഈ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ വിതച്ചു, പക്ഷേ ഒന്നും അതിനനുസരിച്ച് കിട്ടുന്നില്ല. പിന്നെ ചിലപ്പോൾ നോക്കുന്നുണ്ട്, റബ്ബറൊക്കെ ഉണ്ട് ബ്രദറെ, പക്ഷെ എന്താ കാര്യം? റബ്ബറിന് വിലയില്ല. അതുകൊണ്ട് അവിടെ കൂലിക്കാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കടബാധ്യതയായിട്ട് മാറുന്നു, അപ്പോൾ വെട്ടാതിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ. പിന്നെ പറയൂ. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. അതിനനുസരിച്ച് കിട്ടുന്നില്ല. തൃപ്തി വരാൻ അനുസരിച്ചുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നില്ല. പിന്നെ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. വസ്ത്രം പോലും നമുക്ക് ഇല്ലാതാത്ത അവസ്ഥ. പിന്നെ കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പലരും പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കൊള്ളക്കില്ല, എൻ്റെ കയ്യിൽ എന്താണാവ, കയ്യിൽ ഒന്നും നിലനിൽക്കുന്നില്ലേ, ഓട്ട കൈ പോലെ എന്ന് പറയാറുണ്ട് ചിലർ. ഓട്ടക്കൈ പോലെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അവസ്ഥയുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നുണ്ടോ? ഒന്നും നേടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും.
കാരണം കണ്ടാൽ തന്നെ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതാണ് ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം 30 തിരുവചനങ്ങൾ. ഒന്ന് വായിക്കാമോ? ലേവ്യർ 27, പഴയ നിയമത്തിലൊരു പുസ്തകമാണ് ലേവ്യർ. അതിൻ്റെ 27-ാം അധ്യായം 30-ാം വാക്യം. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്, അത് കർത്താവിന് വിശുദ്ധമാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇതാണ്, നമ്മൾ എല്ലാറ്റിൻ്റെയും ദശാംശം എന്ന വാക്കിൻ്റെ അർത്ഥം 10-1 ആർക്കുള്ളതാണ്? ദൈവത്തിന് ഉള്ളതാണ്. അപ്പോൾ ദൈവം ബൈബിളിൽ ആദ്യമായിട്ട് ദശാംശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം. ലേവ്യർക്കൊരു പ്രത്യേകത, നമുക്കറിയാം ലേവ്യർ എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിലെ ഒരു ഗോത്രമാണ് ലേവ്യർ ഗോത്രം. അത് പുരോഹിത ഗോത്രമാണ്. അപ്പോൾ പുരോഹിതര് അവർക്ക് ഈ സ്ഥലം കാനാൻ ദേശത്തേക്ക് വന്നപ്പോൾ ഗോത്രങ്ങൾക്ക് സ്ഥലം ഭാഗിച്ചു കൊടുത്തു. നമുക്കറിയാം റൂബൻ ഗോത്രം തൊട്ട് ഈ ജോസഫിൻ്റെ മനാസെ ആ ഗോത്രം വരെ എല്ലാവർക്കും, ജോസഫിൻ്റെ മകൻ മനാസെ, എഫ്രായിം 2 മക്കളാണ്, അവർക്കടക്കം പങ്കുവെച്ചു കൊടുത്തു ഭൂമി. പക്ഷെ ലേവ്യർക്ക് ഭൂമി കൊടുത്തില്ല. ലേവ്യർ പറഞ്ഞു, ഇസ്രായേലരുടെ ദശാംശം കൊണ്ട് വേണം ലേവ്യർ കഴിയാൻ, പുരോഹിതവർഗം കഴിയാൻ. ഈ ഇസ്രായേൽ ആൾക്കാർ അധ്വാനിച്ചിട്ട് അവരെ ഞാൻ അനുഗ്രഹിക്കും, അവർ 10-1 ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ ലേവ്യർ മക്കളുടെ ഓഹരി ഈ ദശാംശമായിരിക്കും. അങ്ങനെയാണ് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ, ലേവ്യരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കൾക്ക് ഒരു കടമയാണ് എന്ത്? ദശാംശം കൊടുക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ട് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അപ്പോൾ പറഞ്ഞു, ദൈവം അന്നത്തെ കാലത്ത് ജനത്തിനോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ അധ്വാനത്തെ ഞാൻ അനുഗ്രഹിക്കും. എങ്ങനെ? നിങ്ങൾ കൃത്യമായിട്ട് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ദശാംശം കൊടുക്കാൻ പഠിക്കണം. ഇത് സത്യത്തിൽ നമ്മളുടെ ഇതിൽ വലുതായിട്ടുള്ള പഠനങ്ങളൊന്നും അധികം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് വലിയ പഠനങ്ങളും വലിയ ചിന്തകളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. ഇങ്ങനെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കൊടുക്കാനായിട്ട് നമുക്ക് പൊതുവെ മലയാളികളായി നമുക്ക് കുറച്ചൊരു മടിയൊക്കെ ഉള്ളവരാണ്. ദൈവത്തിന് കൊടുക്കുന്ന കർത്താവിനെന്തിനാ കാശ് എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഇത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ഈ സംവിധാനത്ത് ഈ വചനം നിങ്ങൾ ഫോളോ ചെയ്യണം. ആദ്യം എന്താണ്? നിങ്ങൾക്കുണ്ടാകുന്ന, കർത്താവ് നിങ്ങൾക്ക് തരുന്ന എല്ലാ കാര്യങ്ങളെയും എന്തിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു അതിൻ്റെ എല്ലാം 10-1 ദൈവത്തിനുള്ളതാണ്. അത് നമ്മൾ മനസ്സിൽ ഉറക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സത്യം പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിലാണ് ആദ്യമായിട്ട് ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. നമ്മളുടെ പള്ളികളിലൊന്നും അത് അധികം പഠിപ്പിക്കില്ല. പള്ളികളിൽ നമ്മൾ പറയുന്നത് നേർച്ചയിടുക, ദൈവത്തിനുള്ള അല്ലെങ്കിൽ മാസവരി കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കണക്ക് വെച്ച് ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ ഈ വചനമനുസരിച്ച് പഠിപ്പിച്ചത് നമ്മളുടെ കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ ഈ വചനങ്ങൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിനെ നോക്കാം. ഈ വചനം പറഞ്ഞത് ലേവ്യരുടെ പുസ്തകത്തിലാണ് ഈ വചനം നമ്മൾ ആദ്യമായിട്ട് കർത്താവ് ഒരു കൽപ്പന പോലെ കൊടുക്കുന്നത്. പക്ഷേ അബ്രാഹം പഴയ കാലത്ത് അബ്രാഹം വളരെ സമ്പന്നനായിരുന്നു എന്നറിയാം. ഒന്നുമില്ലാതിരുന്ന അബ്രാഹത്തിനോട് ദൈവം പറയും, നീ പറക്കി കെട്ടി നിൻ്റെ വീട്ടുകാരെയൊക്കെ കൊട്ടി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ, ആ സ്ഥലത്ത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എന്നിട്ട് കാനാൻ ദേശത്തേക്ക് ആരെ കൊണ്ടുവന്നു? അബ്രാഹത്തെ കൊണ്ടുവന്നു. നിങ്ങളത് വായിച്ചിട്ടുണ്ടല്ലേ? അബ്രാഹത്തിൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നേ? അബ്രാഹം ഭാര്യ ഉണ്ടായിരുന്നു. ലോത്ത് സഹോദരൻ്റെ മകനെ ലോത്തിനെ കൂടി കൂട്ടി അങ്ങനെ വെറും കൈയോടെ വന്നതാണ് അബ്രാഹം വന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ച് അവനെ ആ സ്ഥലത്തെ വലിയ സമ്പന്നനായി മാറി. പിന്നെ നമുക്കറിയാം, ഈ ലോത്തും അബ്രാഹവും അവരുടെ സമ്പത്ത് കൊണ്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് വസിക്കാൻ പോലും പറ്റിയില്ല. അവസാനം ലോത്തും അബ്രാഹവും കൂടി തീരുമാനിച്ചുറച്ച് 2 പേര് 2 സ്ഥലത്തേക്ക് പോയി. ലോത്ത് തിരഞ്ഞെടുത്തത് സോദോം
പ്രദേശമായിരുന്നു, സോദോം ഗൊമോറ പ്രദേശമായിരുന്നു ലോത്ത് തിരഞ്ഞെടുത്തത്. അവിടെ സമ്പന്നനായി കഴിയുന്ന സമയത്താണ് ഒരു ദിവസം ആ രാജ്യത്തെ വേറൊരു രാജ്യത്തിലത്തെ രാജാക്കന്മാർ വന്ന് കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ച് ലോത്തിനെയും ഭാര്യയെയും പിന്നെ ആ നാട്ടിലുള്ള സമ്പത്തൊക്കെ കൂടി കൊള്ളയടിച്ച് കൊണ്ടുപോയി. അത് തിരിച്ചു പിടിക്കാനായിട്ട് അബ്രാഹം തൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന ദാസന്മാരിൽ നിന്ന് 318 പേരെ ബൈബിളിൽ പറയുന്നുണ്ട്. 318 പേരെ തിരഞ്ഞെടുത്ത് അവരെ പിന്തുടർന്ന് ആ ലോത്തിനെയും ഭാര്യയെയും മക്കളെയൊക്കെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രംഗം ഇതിൽ പറയുന്നുണ്ട്. അതോടുകൂടി എല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയ രാജ്യത്തെ എല്ലാ സമ്പത്തും തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ലോത്തിനെയും അനുചരന്മാരെയും സ്വീകരിക്കാനായിട്ട് ഈ പരാജയപ്പെട്ട ഈ സൊദോം ഗൊമോറ പ്രദേശത്തെ രാജാക്കന്മാർ വരുന്ന രംഗം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്നേക്കും പുരോഹിതനായ മെൽക്കിസദേക്ക് എന്നുള്ള വാക്കൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ കേൾക്കുന്നുണ്ട്. സാലേം രാജാവായ മെൽക്കിസദേക്ക്, അങ്ങനെ ഒരു വാക്കാണ് പറയുന്നത്. മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും എടുത്ത് ഇവനെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് മെൽക്കിസദേക്കിനെ കുറിച്ച്. അപ്പോൾ അബ്രാഹാം അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. തനിക്ക് കിട്ടിയ സമ്പത്തിൻ്റെ എല്ലാം ദശാംശം എന്നേക്കും പുരോഹിതനായ മെൽക്കിസദേക്കിന് കൊടുത്തു എന്ന് അവിടെ പറയുന്നുണ്ട്. അതവിടെയാണ് ആദ്യമായിട്ട് ദശാംശം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ബൈബിളിൽ ആദ്യമായിട്ട് ദശാംശം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 17-18 തിരുവചനങ്ങളിലാണ്. നമുക്കൊന്ന് ആ വചനഭാഗം വായിച്ച് കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഉൽപ്പത്തി 14-17 മുതലുള്ള തിരുവചനങ്ങൾ. വായിച്ചോ. ലാവോമറയെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെതിരേൽക്കാൻ സോദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാത്തിൻ്റെയും ദശാംശം അവന് കൊടുത്തു. മതി. അപ്പോൾ മെൽക്കിസദേക്ക് അബ്രാമിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹിച്ചത് 2-3 വാക്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അബ്രാഹാം മെൽക്കിസദേക്കിനെ ദശാംശം കൊടുത്തു. പക്ഷെ അതിന് മുമ്പൊന്നും കർത്താവ് നിയമമായിട്ട് ദശാംശത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ബൈബിളിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയ എല്ലാ സംഭവങ്ങളും, ഇപ്പം അബ്രാമിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളും ബൈബിളിൽ ഉണ്ടാവില്ല. ഒരു 4-5 അധ്യായങ്ങളാണ് ഇപ്പോൾ അബ്രാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷെ ജീവിതകാലത്ത് പലപ്പോഴും അബ്രാമിനോട് ദൈവം സന്ദർശിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇപ്പം ഇവിടെ രേഖപ്പെടുത്തിയ സംഭവങ്ങളല്ലാതെ നേരിട്ട് പലപ്പോഴും അബ്രാമിനോട് ദൈവം പല കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവരെ കൊള്ളക്കാരെ കൊള്ളച്ച് അവരെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോഴും അബ്രാഹാം ആരോട് ഉപദേശം ചോദിച്ചിട്ടുണ്ടായിരിക്കണം? ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവം, എനിക്ക് തോന്നുന്നു, ആ സമയത്ത് ഈ ദശാംശത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊരു നിയമമാണ്. എന്ത്? ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കൽപ്പന വരുന്നതിന് മുമ്പ്, കൽപ്പന വരുന്നത് എവിടെയാണ്? ലേവ്യരുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിലാണ് കൽപ്പനയായിട്ട് വരുന്നത്. നിങ്ങൾ ദശാംശം കൊടുക്കണം എന്നുള്ളത് കൽപ്പന ഇസ്രായേൽ ജനത്തിന് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ അബ്രാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഞാൻ വിചാരിക്കുകയാണ്, നിന്നെ ഞാൻ സഹായിക്കാം, നീ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ദശാംശം മെൽക്കിസദേക്ക് എന്ന എന്നേക്കും പുരോഹിതനായുള്ള വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അപ്പോൾ അബ്രാഹാം മടി കൂടാതെ എന്ത് ചെയ്തു? ദശാംശം കൊടുത്തു. പ്രിയപ്പെട്ടവർ, ദശാംശം കൊടുക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ധ്യാനം കൂടിയ ഉടനെ 82 കാലഘട്ടത്തിലാണ് ധ്യാനം കൂടിയത്. അപ്പോൾ തന്നെ അന്നത്തെ കാലത്ത് ഈ ദശാംശത്തെക്കുറിച്ച്
ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല, പക്ഷെ ധ്യാനത്തിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ നിരന്തരമായി കുർബാനയിൽ പങ്കെടുക്കണം, ഉദാശ ജീവിതം ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് വിശുദ്ധ കുർബാന മുടക്കരുത്, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ജപമാല ഉണ്ടായിരിക്കണം, ദശാംശം കൊടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചത് ആ കാലഘട്ടത്തെ ഓർക്കുകയാണ്. അപ്പോൾ എന്നെ വളരെ ശ്രദ്ധിച്ചത് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ദശാംശം കൊടുക്കണമെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചു ദശാംശം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ചെറിയ ജോലി കിട്ടിയത് എനിക്ക് അന്നത്തെ കാലത്ത് ഓർക്കാൻ 82 കാലഘട്ടത്തിൽ ഓർക്കാണ്. വെറും 300 രൂപയാണ് ശമ്പളമായിട്ടുള്ള ജോലി കിട്ടിയത്. അപ്പോൾ 300 രൂപയുടെ ദശാംശം എത്രയാണ്? 30 രൂപ. അപ്പോൾ 30 രൂപ ദശാംശം കൊടുത്തു. അങ്ങനെ അത് ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറി. അപ്പോൾ അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ടു. 2-3 കൊല്ലത്തിന് ശേഷം എനിക്ക് സർക്കാർ ജോലി കിട്ടി. അന്നത്തെ കാലത്ത് സർക്കാരിൽ വലിയ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്താ പറയുക, ദശാംശം കൊടുത്തുകൊണ്ടിരുന്നു. ശമ്പളം കിട്ടുന്നതിൻ്റെ ഉടനെ തന്നെ ദശാംശം കൊടുത്തിരുന്നു. ഞാൻ ചെയ്തിരുന്നത് കണക്ക് വെച്ച് കൊടുത്തിരുന്നു. അതായത് നമുക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര ദശാംശം ഇത്രയാണ്. അതിങ്ങനെ ഓരോരുത്തർക്ക് പല ഭാഗങ്ങൾക്കായിട്ട് കൊടുക്കും. പള്ളിക്ക് കൊടുക്കും, വേറെ കാര്യങ്ങൾക്ക് കൊടുക്കും, പാവങ്ങളെ സഹായിക്കാനായിട്ട്, അങ്ങനെ കുറേശ്ശെ അതിന് ഭാഗിച്ച് നമുക്കൊരു പ്രേരണ കിട്ടുന്നതിനനുസരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ദശാംശം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിവാഹിതനായി, ചിലവ് കൂടി. അപ്പോൾ ദശാംശം കൊടുക്കുന്നതിനായിട്ട് പിന്നെ കടബാധകളൊക്കെ വന്നു തുടങ്ങി. കുറേശ്ശെ വന്നപ്പോൾ ഞാൻ ദശാംശം കൊടുക്കുന്നതിൽ കണക്ക് എഴുതി വെച്ച് ദശാംശം കൊടുക്കാൻ ആദ്യം കൊടുത്തിരുന്നില്ല. കൊടുക്കുന്നതൊക്കെ എന്തായി, ലാസ്റ്റിലേക്ക് കൊടുക്കാമെന്ന് വെച്ചു. ഇത് കടങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യേണ്ട കടങ്ങൾ അതിന് തികയുന്നില്ല. അപ്പം അങ്ങനെ വന്നു. പിന്നെ ദശാംശം കടമായി മാറി എഴുതി വെച്ച് തുടങ്ങി. ദശാംശം കൊടുക്കും, പക്ഷെ കടായി. അത് കർത്താവിന് കൊടുക്കാനുള്ളത് കടായി. 3000, 4000, 10000 ഒക്കെ കടമായി, കടബാധ്യതയായി. ദൈവത്തിന് കടബാധ്യത എന്താ? ദശാംശത്തിൻ്റെ കണക്കിൽ കട മൈനസ് കൂടി വന്നു. അപ്പം പെട്ടെന്ന് ഇതേപോലെ ഏതോ ഒരു പ്രസംഗത്തിലൂടെ കേട്ടു, ഇങ്ങനെ പോയാൽ നീ അനുഗ്രഹിക്കപ്പെടില്ല. പിന്നെ ഞാൻ ചെയ്തു, ദശാംശം നമ്മൾ കിട്ടുന്നത് അപ്പം തന്നെ കൊടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ശമ്പളം കിട്ടിയ ആദ്യം തന്നെ, കടമല്ല വീട്ടാൻ പോകുന്നത്, ആദ്യം തന്നെ എന്ത് ചെയ്തു, ആദ്യം തന്നെ ദശാംശം മാറ്റിവെച്ചു. അപ്പോൾ കുറച്ച് പിന്നിലുള്ളത് കർത്താവിന് കൊടുക്കാനുണ്ട്. ഒരു 10, 10,000, 20,000 ദശാംശത്തിൻ്റെ ഇതിലായി. പിന്നെ അതിനുശേഷം ആദ്യം തന്നെ അതവിടെ നിർത്തി, ആ കർത്താവിനുള്ള കട അവിടെ നിർത്തിയിട്ട് ഞാൻ കറക്റ്റായിട്ട് ദശാംശം പിന്നെ കൊടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ശമ്പളം വർദ്ധിച്ചു. പിന്നെ മിസ്സസിന് ജോലി കിട്ടാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ മിസ്സസിൻ്റെ ദശാംശം കൂടി വന്നു. അപ്പോൾ കുറച്ച് അവൾക്ക് ഒരു അരിയർ കിട്ടി. എത്രയോ വലിയൊരു തുക കിട്ടി. ആ തുകയൊക്കെ മുഴുവൻ കൊണ്ടുപോയി വാങ്ങി ദശാംശത്തിലേക്കുള്ളത് പഴയ ദശാംശത്തിൻ്റെ കടങ്ങളൊക്കെ അടച്ചു തീർത്തു. അപ്പോൾ കംപ്ലീറ്റ് എന്താ പറയുക, കറക്റ്റായിട്ട് ഞാൻ ദശാംശത്തിൻ്റെ ഇത് എഴുതി വെച്ചതൊക്കെ കറക്റ്റായി കഴിഞ്ഞപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് 3 മക്കളാണ്. ഈ 3 മക്കൾക്കും ഇതുവരെയും കാര്യമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാറില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഒരു പനിയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഉടനടി പാരസെറ്റമോൾ അതൊക്കെ വാങ്ങി കൊടുക്കും. അവരുടെ പനി മാറും. ഞാൻ ഇപ്പോൾ പറയുന്നതിനൊക്കെ സാക്ഷിയായിട്ട് ആളാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മിസ്സസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ഓർക്കാണ്, ഒരു സുപ്രഭാതത്തിൽ അവൻ സ്കൂളിൽ നിന്ന് നടന്നു വരുമ്പോൾ, എൻ്റെ മൂത്ത മകൻ നടന്നു വരുമ്പോൾ അവനെ ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് പോലും അവന് ആശുപത്രിയിൽ പോകേണ്ടി വന്നില്ല. കർത്താവ് പരിപാലിച്ചു. ചെറിയൊരു വേദന പോലെ തോന്നിയുള്ളൂ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ, താഴെയുള്ള അവൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സ്കൂട്ടർ വന്ന് അതിനടിച്ചു. പക്ഷെ കർത്താവ് അവിടെയും പരിപാലിച്ചു. ഈ സ്കൂട്ടറുകാരൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഇവന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ വേഗം തന്നെ അതൊന്നും കുഴപ്പമില്ല, വീട്ടിലേക്ക് പൊക്കോളൂ. ശരി, അവിടെയൊക്കെ സംരക്ഷണം കാണാണ്. അപ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് അനാവശ്യമായിട്ട് പൈസ നഷ്ടപ്പെടുന്നില്ല. മനസ്സിലായ? അപ്പോൾ ദശാംശം കൊടുക്കുന്ന വ്യക്തികൾക്ക് ഒരു സംരക്ഷണം കിട്ടുകയാണ്. നമുക്ക് വചനം ലേവ്യരുടെ പുസ്തകം തന്നെ വായിക്കാം. 27-ാം അധ്യായം 32-ാം വചനം വായിച്ചതാണോ? 27-32.
ആടുമാടുകളുടെ ദശാംശം ഇടയന്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും 1/10 കർത്താവിനുള്ളതാണ്. അവ കർത്താവിന് വിശുദ്ധമാണ്. അത് 32 വചനം അല്ലേ? 32. ഓക്കെ. അപ്പോൾ എന്താണ്, ആടുമാടുകളുടെയും കന്നുകാലികളുടെയും ഫലങ്ങളുടെ മാത്രമല്ല, വിളവുകളുടെ മാത്രമല്ല, ആടുമാടുകളുടെയും എന്താ പറയുക, കന്നുകാലികളുടെയും എല്ലാത്തിൻ്റെയും ദശാംശം, അതിൽ നിന്ന് എന്ത് വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടോ അതിൻ്റെ എല്ലാം 1/10 കർത്താവിനുള്ളതാണ്. അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വിധാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഇപ്പം ഇന്നും ദശാംശം കൊടുത്തു തുടങ്ങി, നാളെ അനുഗ്രഹിക്കുന്നല്ല പറയുന്നത്. നിങ്ങളതൊരു ശീലമാക്കി നിങ്ങൾ ജീവിതത്തിൽ വരികയാണെങ്കിൽ ക്രമേണ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇങ്ങനെ ദശാംശം കൊടുത്തു തുടങ്ങിയിട്ട് 10-40 കൊല്ലത്തോളമായി. ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. ക്ലാസ്സിലൂടെ അല്ലാതെയും നേരിട്ടിട്ടും മറ്റുള്ളവരോട് ഈ ദശാംശം കൊടുക്കാൻ പഠിപ്പിക്കും. പലരും ഇത് കൊടുത്തു തുടങ്ങിയവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ചെറുപ്പത്തിൽ ശീലമായവർക്ക് കൊടുക്കാൻ തോന്നണം. ഞാൻ പറഞ്ഞില്ലേ, 30 രൂപ കൊടുക്കാനാണെങ്കിൽ ചെറിയ ശമ്പളക്കാർക്ക് കൊടുക്കാൻ എളുപ്പമായിരിക്കും. വലിയ വരുമാനം വരുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ മടിയുണ്ടായിരിക്കും. ഇതെങ്ങനെ എത്ര രൂപ കൊടുക്കും? 1 ലക്ഷം രൂപ ശമ്പളം, 10,000 രൂപ കൊടുക്കണ്ടേ? അപ്പോൾ ഒരു മടി വരും. അതും അവൻ പറയണത് ഞാൻ ഇപ്പോൾ 1 ലക്ഷം കിട്ടിയിട്ട് എനിക്ക് തികയുന്നില്ല, അങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് വേറൊരു കാര്യം ഈ ഇതുണ്ട്, വരുമാനത്തിൽ ഉള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി. നമുക്ക് 5,000 രൂപ ഉള്ളപ്പോഴും നമുക്ക് ഒരുവിധം പോയി. പിന്നെ ശമ്പളം കൂട്ടി 10,000 ആയി എന്ന് വിചാരിക്കും, അപ്പോഴും അവന് തികയില്ല. ഇനി 10,000 കിട്ടിയാൽ 1 ലക്ഷം കിട്ടി തുടങ്ങിയാലോ, 1 ലക്ഷം കിട്ടിയതിനോട് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെയുണ്ട് ശമ്പളമൊക്കെ, കഷ്ടിമുഷ്ടി പോണു എന്ന് പറയുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതനുസരിച്ചിട്ട് നമ്മളുടെ ചെലവും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ എപ്പോഴും ഓരോ മാസം എത്തുമ്പോൾ തട്ടിമുട്ടി അങ്ങനെയാണ് പോകുന്നത്. സമ്പത്ത് അങ്ങനെ കൂട്ടി വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ദശാംശം കൊടുത്തു തുടങ്ങിയാൽ കർത്താവ് ഈ ചെലവുകളെല്ലാം ക്രമീകരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ദശാംശം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ നിങ്ങളുടെ ഓട്ടസഞ്ചി ആവില്ല. കർത്താവ് നമ്മളെ ക്രമീകരിക്കുന്നതും പരിപാലിക്കുന്നതായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും എങ്ങോട്ട് പോകണം, എന്ത് വഴി നടത്തണം, പൈസ കുറഞ്ഞ വഴിയിലൂടെ കർത്താവ് നമ്മളെ പരിപാലിക്കും, നയിക്കും. എനിക്ക് തോന്നുന്നത്, ഇപ്പം എൻ്റെ മകൻ, ഈ സായുള്ള മകൻ ബിടെക് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അവനോട്, നീ എന്തിനാണ് ബിടെക് പഠിക്കണേ? അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനാണ് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെങ്കിൽ നീ എന്തിനാ ബിടെക് പഠിക്കണം? നീ ഇതിനേക്കാൾ ചെറുപ്പത്തിൽ ചെറിയ കാര്യം ചെയ്താൽ മതിയില്ലേ? ആദ്യം അവനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവനെ എന്നാണ് ശരി, നീ അവനൊരു ആഗ്രഹം ഇതുപോലെയാണ് എങ്കിൽ നീ ആദ്യം എൻട്രൻസ് എടുക്ക്. അവന് എൻട്രൻസിന് കോച്ചിങ്ങിന് പോയി എഞ്ചിനീയറിങ് കിട്ടുകയാണെങ്കിൽ നിനക്ക് നേരിട്ട് കോളേജിൽ പഠിക്കാമല്ലോ. പക്ഷേ അപ്പോഴേക്കും അവന് എന്തോ അവിടെ ക്ലാസ്സിന് എഞ്ചിനീയറിങ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവനൊരു ചിന്ത വന്നു. ഞാൻ പറഞ്ഞ പോലെ ചിന്തിച്ചു തുടങ്ങി, എന്തിനപ്പോൾ അത് ബിടെക് പഠിച്ച കഷ്ടപ്പെട്ട് പഠിക്കണേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനല്ലേ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചാൽ മതിയില്ലേ? അങ്ങനെ അവൻ്റെ ചിന്ത മാറി. അവൻ എന്താണ് BCA പഠിക്കാനായിട്ട് പോയി. BCA പഠിച്ചു കഴിഞ്ഞ്, അത് മാത്രമല്ല, BCA പഠിച്ചു കഴിഞ്ഞ് പുറത്ത് വന്ന ഉടനെ തന്നെ നല്ല ജോലി കിട്ടുകയാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞേ, എടാ നിനക്ക് ജോലി കിട്ടിയതല്ലേ, അതെ പപ്പ ഇങ്ങനെ ദശാംശം കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഇതുവരെ കർത്താവ് ഉയർത്തിയത്, നീയും ദശാംശം കൊടുക്ക്. അപ്പോൾ ആദ്യം തന്നെ അവനെ കൊണ്ട് കിട്ടിയ ശമ്പളം മുഴുവൻ ആദ്യം കർത്താവിന് പ്രസൻ്റായിട്ട് അവനെ കൊണ്ട് പള്ളിയിൽ കൊടുപ്പിച്ചു. അപ്പം തന്നെ വികാരി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞ് കൊടുത്തു. പ്രിയപ്പെട്ടവർ, സാധാരണഗതിയിൽ ഈ ഒരു ഇൻക്രിമെൻ്റൊക്കെ കൊടുക്കുക എല്ലാ കമ്പനികളും 1 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇവന് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവന് ഇൻക്രിമെൻ്റ് അല്ല, ഒരു തുക കൂട്ടി കൊടുത്തു. അപ്പോൾ ദൈവം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ തോറും നമ്മൾ കർത്താവിനെ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെ കുടുംബത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇങ്ങനെ ശീലിക്കുക, കർത്താവിനെ വചനമനുസരിച്ച് ഈ ദശാംശം കൊടുക്കാനായിട്ട് തയ്യാറാകാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നാളെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, നിങ്ങളെ പരിപാലിക്കും, നിങ്ങളെ നയിക്കും. നിങ്ങൾക്ക് വേണ്ട ഐശ്വര്യം കർത്താവ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഇൻഷുറൻസ് കേൾക്കാറുണ്ടല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തവരുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, അതാണ് ഈ ദശാംശം.
അതായത് സാധാരണ ഇൻഷുറൻസ് എങ്ങനെ കിട്ടുക? നമ്മൾ അപകടങ്ങൾ പറ്റണം, രോഗം വരണം, പിന്നെന്താണ് മെഡിക്കൽ സഹായത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, അവിടെ കിടക്കണം, അതായത് കിടന്ന് ചികിത്സിച്ച് അപ്പോഴാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടുക. ചില ഇതാണെങ്കിൽ റീഫണ്ട് ചെയ്യാണ് പൈസ. നിങ്ങൾ ചിലവഴിച്ചിട്ട് അതിൻ്റെ ബില്ല് ഇതൊക്കെ കൊടുത്ത് കമ്പനിയിലേക്ക് കൊടുത്താൽ റീഫണ്ട് ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് രോഗം വരാതെ, നിങ്ങൾക്ക് അപകടങ്ങൾ വരാതെ കർത്താവ് സംരക്ഷിക്കും. നല്ല കാര്യമല്ലേ? ഏത് ഇൻഷുറൻസ് നല്ലത്? കർത്താവിൻ്റെ ഇൻഷുറൻസ് അല്ലേ? പിള്ളേർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നില്ലേ? കർത്താവിൻ്റെ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. വചനത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് വലിയൊരു ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഈ കർത്താവ് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. അവിടെ നിർത്ത്. ഇതിൽ പറയുന്നതുണ്ടാ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുകയാണെന്ന്. അതായത് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടേ. ഇപ്പം നിങ്ങളൊരു ഉദാഹരണം പറയൂ. നിങ്ങളോട് സിസ്റ്ററെ ഒരാൾ വന്നിട്ട് സിസ്റ്ററിനോട്, വലിയ ധനവാൻ വന്നിട്ട് പറയാണ് സിസ്റ്ററിന് ഒന്നും ചെയ്യണ്ട, സിസ്റ്ററിന് എല്ലാ മാസവും ഒരു 2 ലക്ഷം രൂപ തരാം. അപ്പോൾ സിസ്റ്റർ എന്ത് പറയും? ഓക്കെ. പക്ഷെ സിസ്റ്ററിന് വിട്. സിസ്റ്ററിന് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രൈവറ്റ് സമ്പാദ്യം പാടില്ല, കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണം. അപ്പോൾ സിസ്റ്ററിന് അത്ര സന്തോഷം തോന്നില്ല. ചേച്ചിയുടെ പേരെന്താ? ലൂസി. സിസ്റ്റർ ഒന്നല്ലല്ലോ? അല്ല. അപ്പോൾ 2 ലക്ഷം രൂപ തരാമെന്ന് വിചാരിക്കും. സന്തോഷമാവോ? ഉവ്വ്. പിന്നെ ഒരു കണ്ടീഷൻ, അതിൽ 10% നീ എനിക്ക് മടക്കി തരണം. അപ്പം എന്ത് സന്തോഷമാവോ? അതായത് 2 ലക്ഷം തരുമ്പോൾ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 20,000. 20,000 രൂപ മടക്കി കൊടുക്കണം. അപ്പോൾ ബാക്കി എത്ര കിട്ടും? 1.80 കിട്ടും. എന്നാലും കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ബിസിനസ് അല്ലേ? അത് ഞാൻ റെഡി അല്ലേ? പക്ഷേ ഇത് കർത്താവും ഇത് തന്നെ പറയണം നമ്മോട്. ഞാൻ നിനക്ക് 2 ലക്ഷം രൂപ മാസം തരാം, നീ എന്ത് തരണം? 20,000 എനിക്ക് തിരിച്ചു തരണം. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യണു? ആ 20,000 രൂപ കർത്താവിന് കൊടുക്കില്ലേ? കർത്താവ് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ, മോളില്ല വിചാരിച്ചിട്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയേണ്ടത്, നിങ്ങൾ എന്നെ എൻ്റെ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് എന്നെ കൊള്ളയടിക്കുകയാണ്. എനിക്ക് തരേണ്ട 20,000 രൂപ നീ തരുന്നില്ല. ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. അപ്പൊ ഈ ദശാംശങ്ങളിലും കാഴ്ചകളിലും തരേണ്ടത് കാര്യങ്ങള് നീ എനിക്ക് തരുന്നില്ല. അതങ്ങനെ കൊള്ളയടിക്കാണ്. ഇനി അടുത്തത് പറയും, നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശക്തരാണ്. ഇതിൽ വാക്യം പറഞ്ഞിട്ടാ എന്താണ്? ശപ്തര എന്ന് പറഞ്ഞ കാര്യം. ശപ്തൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അമ്മച്ചി പറഞ്ഞത് ശരിയാണ്, ശപിക്കപ്പെട്ടവൻ. അപ്പൊ ദശാംശം കൊടുത്തില്ലെങ്കിൽ എന്താണ് വചനം പറയുന്നത്? നിങ്ങള് ശപിക്കപ്പെട്ടവരാണെന്ന്. ഇതില് വെറും ശപിക്കപ്പെട്ടവരെന്നല്ല പറയണത്, അഭിശപ്തരാണെന്ന് പറയുന്നത്. അപ്പൊ എന്താ? കൂടുതൽ ശപിക്കപ്പെട്ടവർ, ഇരട്ടി ശാപം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വരുന്നത്. എന്താ? ശപിക്കപ്പെട്ട ജനായിട്ട് മാറി. നമ്മൾ ദശാംശം കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ശപിക്കപ്പെട്ട ജനായി മാറി. അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ എത്രയോ പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹങ്ങൾ കടന്നു വരാത്തത്. എപ്പോഴും ദാരിദ്ര്യം, ദുഃഖം, രോഗം ഒക്കെ കടന്നു വരുന്നതിൻ്റെ മെയിൻ കാരണം ഈ വചനപ്രകാരം നമ്മൾ കണക്ക് നോക്കി ദശാംശം കൊടുക്കാത്തത് കൊണ്ടാണ്. പിന്നെ അടുത്ത വചനം വായിക്കൂ. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ല എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. നിക്ക്
ഒരു വാക്ക് പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കില്ലെന്ന് പരീക്ഷിക്കുവിൻ. ശരിക്കും പറയണമെങ്കിൽ നമ്മളുടെ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കില്ലേ എന്ന് പരീക്ഷിച്ച് നോക്ക്. കേൾക്കാല്ല? ട്രൈ ചെയ്ത് നോക്കാനാ, ആ വാക്കാണ് നല്ലത്. അപ്പോൾ പരീക്ഷിച്ച് നോക്കാനാണ് പറയണത്. ട്രൈ ചെയ്ത് നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങൾ അനുഗ്രഹിക്കില്ല എന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തെ പരീക്ഷിച്ച് നോക്കൂ എന്ന് ദൈവം വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നീ ദശാംശം കൊടുത്ത് നോക്കൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കില്ലേ എന്ന് ദൈവം നമ്മെ നോക്കി വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കുമോ? ഈ വെല്ലുവിളി സ്വീകരിക്കാൻ മാത്രമല്ല, നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ ദശാംശം കൊടുക്കാൻ പഠിപ്പിക്കണം. എൻ്റെ മൂത്ത മകൻ അച്ഛനായി ഈ കഴിഞ്ഞ മാസമല്ല, ഫെബ്രുവരി 28-ാം തീയതി ഇപ്പോൾ മണ്ണാർക്കാട് അടുത്ത് കാഞ്ഞിരപ്പുഴ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവനോടും പറയാറുണ്ട്, നീ അച്ഛനാണെങ്കിലും കാര്യമൊന്നുമില്ല, നീ ദശാംശം കൊടുക്കണം, അച്ഛന്മാരും ദശാംശം കൊടുക്കണം, കറക്റ്റായിട്ട് ദശാംശം കൊടുത്തോളൂ എന്ന് പറയണം. അതായത് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അച്ഛൻ ദശാംശം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് മറ്റു ദൈവജനത്തെ പഠിപ്പിക്കുക. ദശാംശം കൊടുക്കേണ്ടതാണ് സംരക്ഷണം, ദൈവത്തിൻ്റെ സംരക്ഷണം. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ വലിയൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് ദശാംശം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദശാംശം കൊടുക്കണം. വൈദികരായാലും സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പൈസ വരുന്നില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് കോൺവെൻറ്റിൽ ജനറലാ പ്രൊൻഷ്യാളാ അവങ്ങനെ ദശാംശം കൊടുക്കുന്നുണ്ടായിരിക്കും. അവർ മൊത്തം ഇൻഡിവിജ്വലായിട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, വൈദികർ സ്വയം പൈസ കിട്ടുന്നവർ, കോൺഗ്രിഗേഷൻ അല്ലാത്ത വൈദികരാണെങ്കിൽ അവരും കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ആര്? പാവപ്പെട്ട വ്യക്തികൾക്ക്. അത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുള്ളൂ, എത്ര കിട്ടിയാലും നിന്റെ വരുമാനത്തിൻ്റെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തരുന്ന പോകുന്നതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും ഇതൊരു വലിയൊരു ഇൻഷുറൻസ് പദ്ധതിയാണെന്നേ സിസ്റ്ററെ, ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. എല്ലാവർക്കും ഇതിന് മെച്ചം കിട്ടണമെങ്കിൽ അവൻ കൊടുക്കണം. ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് ഒരു പ്രത്യേകത, ഇതിൻ്റെ ഈ എന്താ പറയുക, പ്രീമിയം അടയ്ക്കേണ്ടത് വ്യക്തികളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ഒരു പിച്ചക്കാരനാണെങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ, ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്കൊരു 100 രൂപ കിട്ടിയാന്ന് വിചാരിക്കും ഭിക്ഷ എടുത്തിട്ട്. അപ്പം അയാൾ 10 രൂപ കൊടുത്തിട്ട് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണം. ഇനി നമ്മൾ അടുത്ത വചനം വായിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മതി. അപ്പൊ അന്നത്തെ കാലത്ത് ജനത്തിനോട് പറയണം. അന്നത്തെ കാലത്ത് ജനങ്ങൾക്കുള്ള ഇതെന്താണ്? വിളവുകള്, പിന്നെ കന്നുകാലികള്, ഇതൊക്കെ കർത്താവ് ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് പറയാണ്. ഇതൊന്നും നിങ്ങളെ കീടങ്ങൾ, അതൊന്നും വെട്ടുകിളികൾ വന്ന് ശല്യപ്പെടുത്തില്ല. ഇതിന്റെ സംരക്ഷണം ആരുടെ കയ്യിലാണ്? എൻ്റെ കയ്യിലാണ്. ഞാൻ നിങ്ങളുടെ സ്വത്തുക്കളെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേഴ്സ് വണ്ടിയിലിരിക്കുമ്പോൾ ഈ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ പേഴ്സ് താഴെ വീണ് പോയിട്ടുണ്ട്. അത് 2 പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം പേഴ്സ് താഴെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പേഴ്സ് പോയി, ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച. എന്നാൽ ഇറങ്ങിയ വഴിക്ക് ഓർമ്മ വന്നു, എന്ത്, പേഴ്സ് എൻ്റെ കീശയിലില്ല എന്ന്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ആ ബസ്സിൻ്റെ പിന്നാലെ പോയി പേഴ്സ് കിട്ടിയണോ ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഒരു പേഴ്സും പിടിച്ചിട്ട് ഒരു പയ്യൻ നിൽക്കുന്നു. ഈ പേഴ്സ് ആണോ എന്ന് ചോദിച്ചിട്ട്, ഇത് തന്നെ.
അപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, യാത്ര ചെയ്യുന്ന സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യാണ്. എൻ്റെ പെങ്ങളുടെ വീട് മാറ്റം, അങ്ങനെ ഒരു ചടങ്ങില്ലേ, ആ വീട് കയറി താമസിക്കുന്നതാണ്. ആ സമയത്താണ് പേഴ്സിൽ പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സമയത്ത് എൻ്റെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. ആ സമയത്താണ് പേഴ്സ് നഷ്ടപ്പെടുന്നത്. പക്ഷേ ദൈവം അവിടെ പരിപാലിച്ചു, പേഴ്സ് പോയില്ല. ഞാൻ ബസ്സിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞു, ബസ് താഴ്ന്ന് വീണ് പോയതാണ്, എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് തരും. പിന്നെ ഒരു പ്രാവശ്യം വടക്കുംചേരിയിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. വടക്കുംചേരിയിൽ വെച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ജോലി കഴിഞ്ഞ് വരാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതേപോലെ പേഴ്സ് ഇതേ സമയം പോലെ സാധാരണ അറിയാം, നമുക്കൊരു ആൾക്ക് പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ആരും തിരിച്ചു കൊടുക്കില്ലല്ലോ. പക്ഷേ ഞാൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം എൻ്റെ മൊബൈലിലേക്ക് ഫോൺ കോള്. എങ്ങനെയോ പേഴ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു. നിങ്ങളുടെയാണോ ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്? ആ എൻ്റെ തന്നെയാണ്. അപ്പോൾ ആള് വേഗം കൊണ്ടുവന്ന് തരും. അങ്ങനെ അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളുടെ വസ്തുക്കളെ സംരക്ഷിക്കുന്നു. അങ്ങനല്ലേ, ഇത് സംരക്ഷണമാണ്, അത് സ്വർഗീയ സംരക്ഷണമാണ്. അങ്ങനെ 2 പ്രാവശ്യം പേഴ്സ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ നമ്മളുടെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ പോലും ഈ ഇൻഷുറൻസ് പദ്ധതിയിലുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ കർത്താവ് അനുവദിക്കില്ല. പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എത്രയോ പ്രാവശ്യം യാത്ര ചെയ്യുന്നു, ഡ്രൈവ് ചെയ്ത് പല കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ മൊത്തം ഇപ്പോഴത്തെ കാറിന് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ, 1.5 ലക്ഷത്തോളം കിലോമീറ്റർ വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള തട്ടിലോ മുട്ടിലോ ഉണ്ടായിട്ടില്ല. കർത്താവ് എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ, അപകടം വന്ന് നമ്മളുടെ നാട്ടിലത്തെ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയണമെങ്കിൽ അപകടം വന്നു കഴിഞ്ഞിട്ട് പരിക്ക് പറ്റി ചികിത്സ കിട്ടി നമ്മളെ ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ ഇൻഷുറൻസ് പദ്ധതി അങ്ങനെയല്ല. കർത്താവിൻ്റെ ഇൻഷുറൻസ് പദ്ധതി മുഴുവൻ കവറേജാണ്. എന്ത്, അപകടം വരാതെ തന്നെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് പദ്ധതി നല്ലതല്ലേ? അപ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് മോനെ, ഇതിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരു അപകടവും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വചനം ഏതാണ് പറയുന്നത്? അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഈ നമ്മളിൽ കുറെ പേര് ഇങ്ങനെ ദശാംശം കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാ വിളിക്കുക? നമ്മളെ പേര് തന്നെ മാറും. എന്താണ്? അനുഗ്രഹീതർ, ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണമുള്ള വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. അനുഗ്രഹീതർ എന്ന് നമ്മൾ വിളിക്കും. പിന്നെ മാത്രമല്ല, നിങ്ങളെ പ്രതി നിങ്ങളുടെ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഇപ്പൊ നല്ലൊരു ഇൻഷുറൻസ് പദ്ധതിയല്ല ഇത്? അപ്പോൾ നമുക്കിതെല്ലാവരും ചേരാനായിട്ട്, നിങ്ങൾ ഇതിൻ്റെ ഏജന്റുമാരാണ്. നമ്മളെ വീട്ടിലേക്ക് LIC ഏജന്റുമാർ വന്നിട്ട് ഈ ഇൻഷുറൻസ് ചേരുമോ എന്ന് പറയാറില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? അതേപോലെ നമുക്കിനി പഠിപ്പിക്കണം മറ്റുള്ളവരെ. ഇങ്ങനൊരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. സിസ്റ്റേഴ്സ് ചേർന്നില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം കേട്ടോ. ഈ ഇൻഷുറൻസ് പദ്ധതിയാണ്, ഇത് നല്ലൊരു പദ്ധതിയാണ്. ഇത് പലരും ചെയ്യുന്നുണ്ട് കേട്ടോ. പല നവീകരണത്തിൽ വന്ന പല ചേട്ടന്മാരും ചേച്ചിമാരും ഇത് ചെയ്യുന്നുണ്ട്. അവരെല്ലാം അവരുടെ കുടുംബത്തിലൊക്കെ അനുഗ്രഹം ഉണ്ടായതായിട്ട് എനിക്കറിയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് നമുക്ക് കൂടുതൽ ആൾക്കാരെ ചേർക്കാം. ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഇനി ഇത് കൊടുത്തിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് പറയണം. ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇത് ഇത്രയും കൊടുത്തിട്ട് ഒരു മെച്ചമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കംപ്ലൈൻറ്റ് ചെയ്യണം. ഞാൻ കണ്ടെടുത്തോളം ഈ പദ്ധതിയിൽ ചേർന്നവർ, ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ, കർത്താവിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നവർക്ക് ആർക്കും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അത് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റുകൊണ്ട് കർത്താവിൻ്റെ ഈ ഇൻഷുറൻസ് പദ്ധതിയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം.